Science. ഇതെന്താ? മോനെ, ചായ എടുത്ത് വെച്ചിരിക്കുന്നേ. മമ്മി, ടേബിളിൽ ഒരു ബോക്സ് ഇരിക്കുന്നല്ലോ. ആ, ഇന്നലത്തെ പോസ്റ്റിൽ വന്നതാ മോനെ. മമ്മി അല്പം തിരക്കായിരുന്നു, അതുകൊണ്ട് അതൊന്ന് നോക്കാനും മോനോട് പറയാനും വിട്ടുപോയി. ആ, സാരമില്ല മമ്മി. ആ, അത് നോക്കിയിട്ട് മോൻ വന്ന് ചായ കുടിക്കട്ടോ. ശരി മമ്മി. മമ്മി, ഈ അഡ്രസ് വേറെയാണ്, പേര് മാത്രമേ ശരിയുള്ളൂ. വരുന്നു മോനെ. എന്താ, എന്തു പറ്റി? മമ്മി, ബോക്സിലുള്ള അഡ്രസ് തെറ്റാണ്. ഇത് വേറൊരു പ്രിൻസിനുള്ള പാഴ്സലാണ്. അയ്യോ, ആണോ? ഞാൻ ആ ധൃതിക്ക് ശ്രദ്ധിച്ചതുമില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക മമ്മി? അത് സാരമില്ല മോനെ, നമുക്ക് വേണ്ടത് ചെയ്യാം. ഒന്ന് നോക്കിക്കേ മോനെ, അതാരാണെന്ന്. ശരി മമ്മി. ഹലോ. ആ, ഞാനാ പ്രിൻസേ. ഗുഡ് മോർണിംഗ് സ്റ്റെഫി, പറയൂ. പ്രിൻസ് ഗാർഡനിലേക്ക് ഇറങ്ങുവല്ലേ? എന്നോട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ആദ്യം വിളിച്ചു പറഞ്ഞില്ലേ? ഇല്ല. ഹോ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ഒരു കാര്യമേറ്റാൽ ഉത്തരവാദിത്വത്തോടെ ചെയ്യില്ല. സാരമില്ല സ്റ്റെഫി, ഞാൻ അങ്ങ് എത്തിക്കോളാം. ആ, പിന്നെ ഇവിടെ വേറൊരു വിശേഷം നടന്നു. എന്താ പ്രിൻസേ? അല്ലെങ്കിൽ വേണ്ട, നേരിട്ട് വന്നിട്ട് പറയാം. ഓക്കെ പ്രിൻസ്. പ്രിൻസ് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. എന്റെ കുറ്റമോ കുറവോ വല്ലതുമാണോ? പിന്നെ ഞങ്ങൾക്കതല്ലേ പണി. നീ പറയ് പ്രിൻസേ. ഇന്നലത്തെ പോസ്റ്റിൽ എനിക്കൊരു പാഴ്സൽ വന്നു. ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും ആണോ? മിണ്ടാതിരിയടാ. എന്തായിരുന്നു പ്രിൻസേ അത്? അത് അഡ്രസ് മാറി വന്ന പാഴ്സലായിരുന്നു റോമെക്സേ. അഡ്രസ് മാറി വന്ന പാഴ്സലോ? ആ, അതെ. നിനക്കത് പൊട്ടിച്ചു നോക്കാൻ മേലായിരുന്നോ? അതെ. എന്തായിരുന്നെന്ന് അറിയായിരുന്നല്ലോ. അതൊക്കെ മോശമല്ലേ? മറ്റുള്ളവരുടെ സാധനങ്ങൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ നോക്കുന്നത് പോലും തെറ്റല്ലേ? പക്ഷേ അതവർ അറിയുന്നില്ലല്ലോ. പാഴ്സല് ഇന്ന് വരും നാളെ വരും എന്ന് ഓർത്ത് അവർ അതിന്റെ കാര്യം പതുക്കെ പതുക്കെ മറന്നോളും. ശരിയാ. അപ്പോൾ പിന്നെ അത് തുറന്നു നോക്കിയാലല്ല, സ്വന്തമാക്കിയാൽ പോലും പ്രശ്നമില്ല. നിങ്ങൾ എന്തൊക്കെയാ ഫ്രണ്ട്സ് ഈ പറയുന്നത്? അവർ അറിയുകയോ അറിയാതിരിക്കുകയോ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം. നമ്മുടെ മനസാക്ഷിയുടെ മുമ്പിൽ നാം കുറ്റക്കാരാവില്ലേ? ഇപ്പൊ ഇതൊക്കെ ആരാ നോക്കുന്നത് പ്രിൻസേ? നമുക്കത് എത്രയും പെട്ടെന്ന് പൊട്ടിച്ചു നോക്കാം. ഇല്ലില്ല, അത് ശരിയല്ല. ഇത് കിട്ടേണ്ട ആൾ ഇപ്പോൾ എത്ര വിഷമിക്കുന്നുണ്ടാവും. ആ, അത് ശരിയാ. ഓ, എന്തോന്ന് ശരി. അതെ, ഇങ്ങനെയൊന്നും നോക്കുവാണെങ്കിൽ ഇക്കാലത്ത് ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ അത് യഥാർത്ഥ ആൾക്ക് തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. മോൻ ഗാർഡനിലേക്കാണോ പോയത്? അതെ അപ്പച്ച. മോനിപ്പോൾ ഇക്കാര്യം എല്ലാവരോടും സൂചിപ്പിച്ചു കാണുമല്ലോ. അതിനും കൂടി അപ്പച്ച മോൻ ഗാർഡനിലേക്ക് പോയത്. എന്നാലും ഈ പോസ്റ്റ് മാസ്റ്റർക്ക് ഇത് എന്തു പറ്റി? മോനെ ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ. പ്രിൻസ് എന്ന പേര് കേട്ടപ്പോ
അദ്ദേഹം ഓർത്ത് കാണും നമ്മുടെ പ്രിൻസ് മോനാണെന്ന്. ഒരുപക്ഷെ ആയിരിക്കും. എന്നിട്ട് പോസ്റ്റ് ഓഫീസിൽ അറിയിച്ചോ? ഇല്ല അപ്പച്ച, കുറച്ചു മുമ്പല്ലേ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ആ, ഞാൻ എന്നാൽ പുറത്തേക്ക് പോകുമ്പോ പോസ്റ്റ് ഓഫീസിൽ കയറി കാര്യം പറഞ്ഞാലോ? എനിക്കങ്ങോട്ട് പോകേണ്ട അത്യാവശ്യമുണ്ട് അപ്പച്ച, ഞാൻ സൂചിപ്പിച്ചോളാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ മോളെ. ശരി അപ്പച്ച. അപ്പോൾ പ്രിൻസേ, നിനക്കാ ഗിഫ്റ്റ് വേണ്ട? ഏയ്, ഒരിക്കലുമില്ല റോമക്സേ. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ. എന്താണാവോ? അല്ല, പ്രിൻസിന് ആ ഗിഫ്റ്റ് പാഴ്സൽ വേണ്ടെങ്കിൽ വേണ്ടെങ്കിൽ ആ പാഴ്സൽ ഇങ്ങ് തന്നേക്ക്, അത് ഞാൻ എടുത്തോളാം. റോമക്സേ, നീ എന്താണ് ഈ പറയുന്നത്? പ്രിൻസേ, നിനക്ക് ആ പാഴ്സൽ വേണ്ടെങ്കിൽ ഇങ്ങ് തന്നോളൂ. റോമക്സേ, നിനക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നു? നിനക്ക് വേണ്ടാത്തതുകൊണ്ടല്ലേ അവൻ ചോദിച്ചത്. ആദം, നീയും ഇതിനെ സപ്പോർട്ട് ചെയ്യുവാണോ? ഒന്ന് ആലോചിച്ചു നോക്കുമ്പോ. ഫ്രണ്ട്സ്, നിർത്തൂ. നിങ്ങളുടെ കാഴ്ചപ്പാടുമായി എനിക്ക് ഒത്തുപോകാനാവില്ല. ഞാൻ പോകുന്നു. നമ്മുടെ പോസ്റ്റ്മാന് ഇങ്ങനെ സംഭവിക്കാത്തതാണല്ലോ. ചിലപ്പോൾ പ്രായമായതിന്റെയും ആവാം. ഏയ്, പ്രിൻസ് എന്നുള്ള പേര് മാത്രമേ അദ്ദേഹം ശ്രദ്ധിച്ചു കാണുകയുള്ളൂ. അല്ലാതെ ഇങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. ആ, ശരിയാ, ഒരുപക്ഷെ അതാവാം. ഇനിയിപ്പോൾ ആ പാഴ്സൽ എപ്പോഴാണ് അച്ചായ തിരികെ ഏൽപ്പിക്കേണ്ടത്? അത് മോൾ ഏൽപ്പിച്ചോളാമെന്നാ പറഞ്ഞത്. മോനും അത് തിരിച്ചു കൊടുക്കാതെ ഒരു സമാധാനവുമില്ലത്രേ. മിടുക്കൻ. മറ്റുള്ളവരുടെ സാധനങ്ങൾ സ്വന്തമാക്കുന്നത് തെറ്റാണെന്ന് പ്രിൻസിനറിയാം. ആ, ഇക്കാര്യം ഫ്രണ്ട്സിനോട് പറയാനായിട്ട് മോൻ ഗാർഡനിലേക്ക് പോയിരിക്കുകയായിരുന്നു. ആ, അവർക്ക് ആ അഡ്രസ് അറിയുമെങ്കിൽ എളുപ്പമാകുമല്ലോ. ആ, അതെ തോമസേ, അവർക്കറിയുമെങ്കിൽ എളുപ്പമായേനെ. അതെ. ഇതെന്താ മോളെ മോൻ താമസിക്കുന്നത്? ഞാനും അതാ അമ്മച്ചി ആലോചിച്ചുകൊണ്ടിരുന്നത്. അവരിനി ഗാർഡനിൽ നിന്നും എങ്ങോട്ടെങ്കിലും പോയി കാണുമോ? അതിന് സാധ്യതയില്ല അമ്മച്ചി. ഇനി അഡ്രസ്സും മറ്റും തപ്പിപ്പോയി കാണുമോ? ആ, അതിന് ചിലപ്പോ സാധ്യതയുണ്ട് അമ്മച്ചി. എന്നാൽ അത് തന്നെ ആവാം മോളെ ഇത്ര താമസിക്കുന്നതിന്റെ കാരണം. പാവം മോൻ അതറിഞ്ഞതിൽ പിന്നെ ഒരു സമാധാനവും ഇല്ല. പാവം, അതിനാണല്ലേ ഈ ഓടി നടക്കുന്നതൊക്കെ. ഇതാ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് സൂചിപ്പിച്ചാൽ പോരായിരുന്നോ? ഒരു തീരുമാനമായേനേലോ. അങ്ങനാണേൽ കാലതാമസം വരാൻ സാധ്യതയുണ്ടെന്നാ മോൻ പറയുന്നത്. ആ, അത് ശരിയാ. അതുകൊണ്ടാ ഈ നേരിട്ടുള്ള അന്വേഷണം. ഏതായാലും നടക്കട്ടെ. ഹായ് ഫെലിക്സ്. ഹായ് പ്രിൻസ്, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? നിന്നെ കാണാൻ തന്നെയാ ഫെലിക്സ് ഞാനിവിടെ നിന്നത്. എന്നെ കാണാനോ? എന്താ പ്രിൻസേ കാര്യം? ഫെലിക്സ്, നിനക്കൊരു പ്രിൻസിനെ അറിയാമോ?
അത് നീയല്ലേ? ഞാനല്ലാതെ വേറൊരു പ്രിൻസിനെ അറിയാമോ? നീയല്ലാതെ വേറൊരു പ്രിൻസോ? അങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ. നമ്മുടെ നാട്ടിൽ വേറെ പ്രിൻസ് ഉണ്ടോ? എന്റെ അറിവിലുമില്ല. അല്ല, എന്താ കാര്യം? ഫെലിക്സ്, എനിക്കൊരു പാഴ്സൽ അഡ്രസ് മാറി വന്നു. അതൊന്ന് തിരിച്ചേൽപ്പിക്കാനായിരുന്നു. ശരി ശരി. പക്ഷെ എന്റെ അറിവിൽ വേറൊരു പ്രിൻസ് ഇല്ല. ആ, സാരമില്ല ഫെലിക്സ്, ഞാൻ ഒന്നുകൂടെ ഒന്ന് അന്വേഷിക്കട്ടെ. ശരി പ്രിൻസേ. അല്ല, അവനാ പാഴ്സൽ എനിക്ക് തന്നിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം? നീ അത് പെട്ടെന്ന് അങ്ങ് ചോദിച്ചതാ കുഴപ്പമായത്. അതതിന്റെ വശത്തിൽ അങ്ങ് ചോദിച്ചിരുന്നേൽ ഒരു കുഴപ്പവും ഉണ്ടാകില്ലായിരുന്നു. പാവം, ശരിയായിരുന്നു. ആ, ഏതായാലും നടക്കാനുള്ളത് നടന്നു. ഷേ, ഞാൻ തന്നെ ആദ്യം അതങ്ങ് ചോദിച്ചാൽ മതിയായിരുന്നു. നീ ചോദിക്കാൻ പോയതാ ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം. ആ, നന്നായേനെ. നീ ചോദിച്ചാൽ ഒട്ടും കിട്ടില്ലായിരുന്നു. അതെന്തേ? ആ, അതങ്ങനാ. പ്ലീസ്, നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടരുതേ. അവൻ പറഞ്ഞത് കേട്ടില്ലേ? അവൻ ചോദിച്ചാലേ കിട്ടൂന്ന്. എന്നിട്ടിപ്പോൾ എന്തായി? നീയൊന്നും മിണ്ടാതിരിക്കാദം. ഫ്രണ്ട്സ്, കണ്ടോ? അനർഹമായത് ആഗ്രഹിച്ചപ്പോ തന്നെ നമ്മുടെ സമാധാനം നഷ്ടായി. മോൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വന്നതേ ഉള്ളൂ ഗ്രാൻഡ്പാ. എന്തുപറ്റി? ശബ്ദമാകെ വല്ലാതിരിക്കുന്നല്ലോ. അഡ്രസ് കണ്ടെത്താൻ സാധിച്ചില്ലേ? ഇല്ല ഗ്രാൻഡ്പാ. അതല്ലല്ലോ ഈ വിഷമത്തിന് കാരണം. എന്തുപറ്റി മോനെ? ഗ്രാൻഡ്പാ, ഞാൻ ഈ പാഴ്സലിന്റെ കാര്യം ഫ്രണ്ട്സിനോടൊന്ന് സൂചിപ്പിച്ചു. പക്ഷേ അവർ വളരെ മോശമായ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. അവരെന്താ പറഞ്ഞത്? അവർ പറയുന്നത് പാഴ്സൽ യഥാർത്ഥ അവകാശിക്ക് കൊടുക്കാതെ നമുക്ക് തന്നെ സ്വന്തമാക്കാന്നാണ്. ഓ ജീസസ്. ശേഷം താല്പര്യമില്ലെങ്കിൽ അതവർക്ക് നൽകുവാനും പറഞ്ഞു. ആ, പോട്ടെ, മോൻ വിഷമിക്കണ്ട. ഇക്കാര്യം പറഞ്ഞ് ഞാൻ അവരുമായി പിണങ്ങി. പ്രിൻസ് പിണങ്ങിയതിന്റെ കാരണം എനിക്കിപ്പോഴാ മനസ്സിലായത്. ശരിയാ, അവൻ പറഞ്ഞത് തന്നെയാ ശരി. നമ്മൾ എന്താണ് അങ്ങനെ ചിന്തിച്ചത്? ഈ അവസ്ഥ നമുക്കാണ് വന്നിരുന്നതെങ്കിലോ? നമ്മൾ അവനെ വല്ലാതെ ഒറ്റപ്പെടുത്തി. എല്ലാവരും കൂടി മോനെ ഒറ്റപ്പെടുത്തിയല്ലേ? അതെ ഗ്രാൻഡ്പാ, എനിക്കിത് സഹിക്കാവുന്നതിലും അപ്പുറമായി പോയി. മോനെ, സത്യത്തെ തേടുമ്പോൾ ഒറ്റയ്ക്ക് നടക്കേണ്ടി വരും. കൂട്ടുകൂടി നടക്കാൻ പറ്റാത്തതാണ് ആ വഴി. മലമുകളിൽ വെള്ളം ശേഖരിച്ച ആ പ്രവാചകന്റെ കഥ മോനൊരു പക്ഷേ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കി തരും. നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കണേ.
ഭൂമിയിലെ വെള്ളം മുഴുവൻ വറ്റിച്ചു കളയുന്ന ഒരു ഭൂകമ്പത്തെപ്പറ്റി ദൈവമൊരിക്കൽ ജനത്തിന് മുന്നറിയിപ്പ് നൽകി. വറ്റിപ്പോകുന്ന വെള്ളത്തിന്റെ സ്ഥാനത്ത് പകരം വരുന്ന പുതിയ വെള്ളം എല്ലാവരെയും ഭ്രാന്ത് പിടിപ്പിക്കും. ജനങ്ങൾ ആ അറിയിപ്പ് അംഗീകരിക്കാൻ തയ്യാറായില്ല. അവരത് അവഗണിച്ചു. ദൈവത്തിന്റെ ആ മുന്നറിയിപ്പ് പ്രവാചകൻ മാത്രമേ ഗവനിച്ചുള്ളൂ. മരിക്കുന്നതുവരെ തനിക്ക് വേണ്ട വെള്ളം മുഴുവൻ വലിയ ഒരു ഭരണിയിലായി സംഭരിച്ച് ഒരു മലയുടെ മുകളിൽ അയാൾ കരുതി വെച്ചു. പഴയ വെള്ളം മുഴുവൻ ഭൂകമ്പത്തിൽ വറ്റിപ്പോയി. എല്ലായിടത്തും പുതിയ വെള്ളം വന്ന് നിറഞ്ഞു. പ്രവാചകൻ മലമുകളിൽ നിന്നും ഇറങ്ങി വന്നു. എല്ലാവർക്കും ഭ്രാന്ത്. അവർ അയാളെ ആക്രമിച്ചു. ഭ്രാന്തനെന്ന് മുദ്രകുത്തി ഒറ്റപ്പെടുത്തി. അപ്പോൾ താൻ ശേഖരിച്ച വെള്ളത്തെ ഓർത്ത് സന്തോഷിച്ച് പ്രവാചകൻ മുകളിലേക്ക് യാത്രയായി. എന്നാൽ കാലം കടന്നുപോയപ്പോൾ തൻ്റെ ഏകാന്തത അയാൾക്ക് അസഹ്യമായി. മനുഷ്യവാസം കൊതിച്ച് അയാൾ വീണ്ടും ഇറങ്ങി വന്നു. എന്നാൽ അവർ വീണ്ടും അയാളെ ഒറ്റപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. താൻ ശേഖരിച്ച ജലം ഒഴുക്കിക്കളയുവാനും പുതിയ ജലം കുടിച്ച് ഭ്രാന്തനാവാനും. അപ്രകാരം ചെയ്ത് അദ്ദേഹവും അവരുടെ കൂടെ ഭ്രാന്തനായി. പക്ഷേ ഗ്രാൻഡ്പാ, ഞാൻ അവരുമായി യോജിക്കുന്നില്ലല്ലോ. ഗ്രാൻഡ്പ പറഞ്ഞത് ഒരു സത്യത്തിനു വേണ്ടി നിലകൊള്ളുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയാണ്. പക്ഷേ ഇവിടുത്തെ കാര്യത്തിൽ മോന്റെ കൂട്ടുകാർക്കാണ് തെറ്റുപറ്റിയത്. അവരെ തിരുത്താൻ കർത്താവ് തീർച്ചയായും ഇടപെടും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശരിയാ, സ്റ്റെഫി പറഞ്ഞതാ ശരി. അതെ, പാവം, അവൻ എത്ര വിഷമിച്ചു കാണും. ഇനി ഒരു നിമിഷം പോലും കളയരുത്. നമുക്ക് അവനോട് മാപ്പ് ചോദിക്കണം. വരൂ.